അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ കട്ടയിലേക്കുള്ള യാത്രയിലാണ്. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ജീവനിലേക്കുള്ള ബസ്സിൽ കയറി. ബാഗ് കണ്ടിട്ട് കണ്ടക്ടർ സ്റ്റുഡൻസ് ആണെന്ന് തെറ്റിദ്ധരിച്ചു തോന്നുന്നു. ഒരാൾക്ക് വെറും 15 രൂപ മാത്രമേ ജീവനിലേക്ക് വേണ്ടി വന്നുള്ളൂ. NH44 ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ച്വാനി കഴിഞ്ഞ് സത്വാരി, അവിടെ നിന്ന് വിക്രം ചൗക്ക്, തവി ബ്രിഡ്ജ്, അതും കഴിഞ്ഞ് വേണം ജീവൽ ചോക്കിലെത്താൻ. റോഡ് പണി ഉള്ളതിനാൽ 1 മണിക്കൂർ എടുത്തു. 3 മണിക്കാണ് ഞങ്ങൾ ജീവനിലെത്തിയത്. കട്രയിലേക്കുള്ള ഈ ബസ്സിൽ കയറി. 3:30 ഈ ബസ് എടുത്തത്. അതുവരെ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. ഈ ബസ്സിൽ ലേഡീസിന് ഫ്രീ ടിക്കറ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിരുന്നില്ല. വിശപ്പിന്റെ വിളി വന്നപ്പോൾ ബാഗിലെ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. 1.5 മണിക്കൂർ യാത്രയാണ് ജീവനിൽ നിന്നും കട്ടയിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് ജമ്മു കാശ്മീരാണെന്ന് ഓർമ്മിപ്പിക്കും വിധം ആർമി വെഹിക്കിൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. മലനിരകളിലൂടെയുള്ള യാത്രകൾ എന്തു മനോഹരമാണല്ലേ. ഇടതുവശത്ത് കാണുന്നതാണ് ജമ്മുവിലെ പ്രസിദ്ധമായ ജംബൂ സൂ. 2023 ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ജമ്മുവിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൂ. ബാൻ ടോൾ പ്ലാസ കഴിഞ്ഞ് 4 ടണലുകളിലൂടെ വേണം പോവാൻ. മലകളെ ചുംബിച്ചുറങ്ങുന്ന ഈ വഴികൾക്കിടെ വെളിച്ചത്തിലും ഇരുട്ടിലും 4 ടണലുകൾ. മുന്നിലെ കാഴ്ചകൾ മാറുമ്പോഴും ഹൃദയം ഒരേ സ്വരം പറയുന്നു, യാത്ര തുടരട്ടെ. കട്രയിൽ എത്തും മുന്നേ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ജെൻസിന്റെ ചെക്കിങ്ങിന് ശേഷമാണ് ബസ്സിനെ കടത്തിവിട്ടത്. അങ്ങനെ ഏകദേശം 5 മണിക്ക് നമ്മൾ കട്രയിൽ എത്തിയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.